നമസ്കാരം. സിനിമയിലെ സൂപ്പർ താരം വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തിയവരിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായത് നടി തൃഷയുടെ സാന്നിധ്യം. നീല പട്ടുസാരിയിൽ അതിസുന്ദരിയായി തൃഷ എത്തിയപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിനൊപ്പം തന്നെ താരം രാഷ്ട്രീയ പ്രവേശനത്തിനൊരുങ്ങുകയാണോ എന്ന ചർച്ചകളും സജീവമായി. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ തൃഷ എത്തിയത് തികച്ചും റോയൽ ലുക്കിലായിരുന്നു. ചടങ്ങിനെത്തിയ പ്രമുഖർക്കിടയിലും ആരാധകരുടെ കണ്ണുകൾ ഉടക്കിയത് നീല പട്ടുസാരിയോടിലെത്തിയ തൃഷയിലാണ്. തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി ആരാധകരുടെ മുന്നിൽ കൈകൾ വീശി കാണിച്ച് വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഏറ്റവും മുൻനിരയിൽ തന്നെ പോയിരുന്നു തൃഷ. വിജയ് മണ്ഡലം ഒഴിയുമ്പോൾ അവിടെ തൃഷ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ തമിഴ് രാഷ്ട്രീയത്തിൽ ശക്തമാണ്. ആ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു താരത്തിന്റെ നിർണായക സാന്നിധ്യം. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസവും നിലാങ്കരയിലെ വിജയുടെ വസതിയിൽ തൃഷ എത്തിയിരുന്നു. ഇരുവരും തമ്മിൽ സൗഹൃദമുണ്ട് എന്ന തരത്തിൽ വലിയ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു. ഇത് വിജയുടെ തെരഞ്ഞെടുപ്പിനെ അടക്കം സ്വാധീനിക്കുമെന്നൊക്കെ വാർത്തകൾ വന്നിരുന്നെങ്കിലും വിജയുടെയും തൃഷയുടെയും സൗഹൃദത്തിൽ ഒരു തരത്തിലുള്ള വോട്ട് ചോർച്ചയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ തൃഷയുമായി വിജയ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം ഇരുവരും കണ്ടിരുന്നു. വോട്ട് ചെയ്ത ദിവസവും തൃഷ വിജയുടെ പാട്ട് ഇൻസ്റ്റാ സ്റ്റോറിയായി ഇട്ട് അവരുടെ ഫോട്ടോയും വോട്ട് ചെയ്തതിൻ്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്തിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് വിജയ് തൃഷ സൗഹൃദം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വിജയുടെയും സംഗീതയുടെയും വിവാഹമോചന വാർത്തകളുമായി ബന്ധപ്പെടുത്തി ഉയർന്നുവന്ന ആരോപണങ്ങളിൽ തൃഷയുടെ പേരും വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. എന്നാൽ അത്തരം വിവാദങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് വിജയ് രാഷ്ട്രീയത്തിൽ വിജയക്കൊടി പാറിച്ചത്. എന്നാലും ചടങ്ങിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കൊപ്പം തൃഷയും പങ്കെടുത്തു. ഇത് കേവലം സൗഹൃദത്തിനപ്പുറം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ തൃഷയും ഭാവിയിൽ ഭാഗമായേക്കുമെന്ന സൂചനയാണോ നൽകുന്നതെന്നുള്ളതാണ് എന്തായാലും ചർച്ച ചെയ്യുന്നത്. എന്തായാലും വിജയഗാഥയാണ്. അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾക്കൊടുവിൽ 59 വർഷത്തിന് ശേഷമാണ് ദ്രാവിഡ കക്ഷികളല്ലാത്തൊരു പാർട്ടി തമിഴ്നാട് ഭരിക്കാനെത്തുമ്പോൾ അത് മാറ്റത്തിന്റെ വലിയ തുടക്കമാകുന്നത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ മുമ്പാകെ ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അണ്ണാ-DMK മുൻ നേതാവ് KA സെങ്കോട്ടയൻ ഉൾപ്പെടെ 9 മന്ത്രിമാരും വിജയ്ക്കൊപ്പം ചുമതലയേറ്റു. ദശാബ്ദങ്ങളായുള്ള സെങ്കോട്ടയ്യന്റെ രാഷ്ട്രീയ പരിചയം തന്റെ സർക്കാരിന് കരുത്താകുമെന്നും വിജയ് വിശ്വസിക്കുന്നു. സിനിമയിലെ ആന്റി ക്ലൈമാക്സിനെ വെല്ലുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് വിജയ് അധികാരത്തിലെത്തുന്നത്. തൃശയുടെ രാഷ്ട്രീയ പ്രവേശനം കൂടി സംഭവിക്കുകയാണെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ ഗ്ലാമറസും ഒപ്പം ചൂടുപിടിച്ചതുമാകും. എന്തായാലും വിജയ് അങ്ങനെ വിജയിച്ച് കയറിയിരിക്കുന്നു. തമിഴക വെട്രിക്കഴകം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളോട് അലയൻസ് രൂപീകരിച്ചാണ് തമിഴ്നാട്ടിൽ മന്ത്രിസഭ രൂപീകരിക്കുന്നത്. വിജയ് ആണ്ടവനെ സാക്ഷി നിർത്തിയാണ് സത്യം ചെയ്തത്. താരത്തെ കാണാൻ ലക്ഷോപലക്ഷം ആളുകളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിജയ് ആരാധകർ ആവേശത്തിലാണ്. ഈ ഘട്ടത്തിലാണ് തൃഷയുടെ സാന്നിധ്യവും ചർച്ചയാകുന്നത്. എന്തായാലും വിജയുടെ മാതാപിതാക്കൾ തമിഴ് സിനിമാ മേഖലയിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളൊക്കെ തന്നെയും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു.